നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫെദർ ടച്ച് സ്വിച്ച് അല്ലെങ്കിൽ ഒരു മൈക്രോ സ്വിച്ച് വെച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ്. നമുക്ക് ഇൻട്രോ പറഞ്ഞിട്ട് നേരെ സർക്യൂട്ടിലോട്ട് വിടാം. ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു 555 എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ടൈമർ IC വെച്ചിട്ടാണ് വയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, മൂന്നാമത്തെ പിൻ ഞാനൊരു 1K ഇട്ട് ഒരു ഗ്രീൻ LED-യിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരിട്ടെടുത്ത് ഒരു BC547 കൊടുത്ത് ഒരു റെസിസ്റ്റർ വഴി ഒരു BC547 ബേസിക് കൊടുത്തിട്ട് അതിൻ്റെ കളക്ടറിൽ ഒരു റിലേ കൊടുത്താൽ നിങ്ങൾക്ക് 230 വോൾട്ട് ഉള്ള ഏത് സാധനവും ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ സർക്യൂട്ട് അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്നാമത്തെ പിന്നുണ്ട്, ഔട്ട്പുട്ട് പിൻ. അതിൽ നിന്ന് ഒരു 100K വഴി രണ്ടാമത്തെ പിൻ നേരത്തെ ഒരു മൈക്രോ സ്വിച്ച് വഴി കണക്ട് ചെയ്യണമുണ്ടോ, ഈ ഒരു കണക്ഷൻ കൊടുക്കണം, എങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതിന് പകരം ആൾക്കാർ ഇത് കൊടുക്കില്ല. അതിന് പകരം ഈ 100K എടുത്ത് നേരെ പോസിറ്റീവ് സപ്ലൈ കൊടുക്കും, മൂന്നാമത്തെ പിന്നും എടുത്ത് പോസിറ്റീവ് സപ്ലൈ കൊടുക്കും, എല്ലാം അടിച്ചു പോകും. എന്നിട്ട് പറയും വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ഈ നോ കണക്ഷൻ വഴിയുള്ള ആ കണക്ഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കില്ല. അതിന് പകരം അവർ പോസിറ്റീവിലാണ് കണക്ട് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യും. ഈ സർക്യൂട്ട് ഒരു മൾട്ടി വൈബ്രേറ്റർ ഇനത്തിൽപ്പെട്ടതാണ്. മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ 3 ടൈപ്പിലുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ട്. അതായത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അങ്ങനത്തെ ഈ 3 എണ്ണം. ഇതെന്ന് പറഞ്ഞാൽ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇനത്തിൽപ്പെട്ടതാണ്. മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം. 3 ടൈപ്പ് മൾട്ടി വൈബ്രേറ്റേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാമേ. നമ്മളിത് ഇവിടെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ സ്വിച്ച് ഒരു തവണ പ്രസ് ചെയ്യുമ്പം ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഓൺ ആവും, എന്നിട്ട് അത് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ഫോർ എവർ. പിന്നെ ആ സ്റ്റേറ്റ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, നമ്മൾ ഈ സ്വിച്ച് ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ആയിട്ട് അത് ഓൺ സ്റ്റേറ്റ് ചേഞ്ച് ആയിട്ട് ഓഫ് ആവും, എന്നിട്ട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം 2 സ്റ്റേറ്റും സ്റ്റേബിൾ ആയത് കാരണമാണ്. അതായത് ഓൺ ആണെങ്കിലും ആ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും, ഓഫ് ആണെങ്കിലും ആ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ബൈസ്റ്റേബിൾ, ബോത്ത് സ്റ്റേറ്റ് സ്റ്റേബിൾ എന്ന്. പിന്നെ നിങ്ങൾ ഈ കപ്പാസിറ്റർ കണ്ട ഒരു 4.7 MFD കപ്പാസിറ്റർ, അതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയിട്ടാണ് ഞാൻ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 0.01 മൈക്രോ ഫാരഡ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തപ്പോൾ ഉള്ള ഇഷ്യൂസ്, അതായത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഉള്ള ഇഷ്യൂസും അതിനെ എങ്ങനെ റിസോൾവ് ചെയ്തു എന്നുള്ള കാര്യവും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ്, അത് എന്താണ് പ്രോബ്ലം, അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോണം, എൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഈ 2 വാല്യൂസ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്കിനി നേരെ അസംബ്ലിങ്ങിലോട്ട് പോയാലോ. ഞാൻ ഈ സർക്യൂട്ട് PCBയിലൊന്നും അസംബിൾ ചെയ്യുന്നില്ല കേട്ടോ, നേരിട്ട് പിൻസിലാണ് കണക്ട് ചെയ്യണത്. ഞാനിനി ഇതിൻ്റെ കുറച്ച് യൂസേജസ് പറയാം കേട്ടോ. അതിന് മുമ്പ് ഇതിൻ്റെ പവർ സപ്ലൈ, നിങ്ങളൊരു 230 വോൾട്ടേജിലുള്ള ഒരു ലോഡാണ് സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ അസംബിൾ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നതാണ്. കാരണം എൻ്റെ തന്നെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ ആഡ് ചെയ്യുന്ന സർക്യൂട്ട്. അത് തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഒരു 50 mA വർക്ക് ചെയ്യുന്ന ഒരു സാധനം അത് ഔട്ട്പുട്ടിൽ 50 mA കിട്ടുന്ന ഒരു സർക്യൂട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് യൂസ് ചെയ്താലും മതി. കാരണം ഈ റിലേ ഒക്കെ എനർജൈസ് ചെയ്യാൻ അത് ധാരാളം മതി. കാരണം ഞാനത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തതാണ് ഇത് വർക്ക് ചെയ്യുമെന്ന്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഈ ഒരു സർക്യൂട്ട് വെച്ച് ആംപ്ലിഫയറിനെ പവർ ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം പവർ ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പുഷ് ടു ഓൺ ഓഫ് സ്വിച്ചാണ് ഏറ്റവും ബെസ്റ്റ് വഴി. ഇനി നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്രോ സ്വിച്ച് വെച്ച് ഒരു റിലേയിൽ കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യിക്കാം. പിന്നെ ഈ സർക്യൂട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആംപ്ലിഫയറിൽ ഓക്സിലറി ഇൻപുട്ടും CD-യും അല്ലെങ്കിൽ USB-യും സ്വിച്ച് ചെയ്യണം. അതിനുവേണ്ടി രണ്ട് ഇൻപുട്ടേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ലാച്ചിങ് സർക്യൂട്ടാണ് ഈ സംഭവം. ഡേറ്റയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. ഡേറ്റ സേവ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ ഡേറ്റ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്ന് ഹൈ ഒന്ന് ലോ. ഡിജിറ്റലൈസ് വേൾഡിൽ ഒന്ന് ഹൈ ലോ. അപ്പം ഇതിനെ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഹൈയും ലോയിലോട്ടും പോകും. അങ്ങനെയാണ് ഇതിന് ഡേറ്റ സേവിങ് എന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ലാച്ച് ചെയ്ത് വെക്കുന്നു കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇതുകൊണ്ട് ഒരുപാട് യൂസേജ് ഉണ്ട് കേട്ടോ. ഒന്നും സ്പെസിഫിക് ചെയ്ത് എൻ്റെ മനസ്സിൽ വരില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ വരണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും മറ്റുള്ളവർക്ക് ഈ ഒരു സാധനം കൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അസംബ്ലിങ് കഴിഞ്ഞു, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു 9 വോൾട്ട് ബാറ്ററി വെച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കോളൂ, ഞാൻ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ കണ്ട വളരെ പതുക്കെയാണ് സ്വിച്ച് പ്രസ് ചെയ്യണമെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. കാരണം കണ്ട വളരെ സ്റ്റേബിളാണ് 2 സ്റ്റേറ്റും. കണ്ട ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ആ LED ലൈറ്റ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും ശ്രദ്ധിച്ചോ. ഞാനിപ്പം കൊടുത്തേക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 4.7 MFD ആണ്. ഞാൻ വളരെ സ്പീഡിലാണ് ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ല. കാരണം വെച്ചാൽ 2 തവണയോ 3 തവണ പ്രസ് ചെയ്താലേ ഇത് ഓഫ് ആവുള്ളൂ.
നമ്മൾ സ്പീഡ് കുറച്ചാണ് പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റായി വർക്ക് ചെയ്യും. ഒന്ന് വളരെ പെട്ടെന്ന് പ്രസ് ചെയ്താലും ഇത് വർക്ക് ചെയ്യില്ല, കറക്റ്റായി വർക്ക് ചെയ്യില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യില്ല. അതിന് കാരണം വെച്ചാൽ ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററിൽ ചാർജ് കൂടുതൽ നിൽക്കണോണ്ടാണ്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്യും. 0.01 മൈക്രോ ഫാരഡിന് ഒരു സിറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്യും. അപ്പോൾ അത് സിറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കാരണം ചാർജിങ്ങും സ്പീഡിൽ നടക്കും, ഡിസ്ചാർജിങ്ങും സ്പീഡിൽ നടക്കും. ഇവിടെ ഇലക്ട്രോണിക് ആണെങ്കിൽ ചാർജിങ്ങും ടൈം എടുത്ത് ചാർജ് ചെയ്യും, പക്ഷേ ഡിസ്ചാർജ് ചെയ്യാനും കൂടുതൽ ടൈം എടുക്കും. കാരണം കൂടുതൽ ചാർജ് അതിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സ്പീഡ് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂ. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സിറാമിക് കപ്പാസിറ്റർ യൂസ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ പവർ സപ്ലൈ കൂടെ കൊടുക്കുകയാണ്, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി ഉറപ്പാണ് ഈ ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓണായി. എത്ര സ്പീഡിൽ പ്രസ് ചെയ്താലും ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കണ്ട, ഓണും ഓഫും എല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.